നമസ്കാരം, ഞാൻ റെനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കില്ല. എണ്ണം കൂട്ടുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി. സ്പീക്കർ ജി കാർത്തികേയൻ പുതിയ KPCC പ്രസിഡന്റ്. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി ആശയവിനിമയം നടത്തി. വ്യാവസായിക രംഗത്ത് ഉണ്ടായ പുരോഗതിക്കനുസരിച്ച് വ്യാപാര രംഗത്തും പുരോഗതി ഉണ്ടാകണമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. മകരവിളക്കിന് മുമ്പ് റാന്നിയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ MP, MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും യോഗം തിങ്കളാഴ്ച ചേരുവാൻ താലൂക്ക് വികസന സമിതിയിൽ തീരുമാനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സബ്സിഡിയോടുകൂടിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കില്ലെന്ന് ഉറപ്പായി. എണ്ണം കൂട്ടുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മന്ത്രി വീരപ്പ മൊയ്ലി പറഞ്ഞു. പാചകവാതക വിലവർദ്ധനവ് രാജ്യത്തെ 10% ആൾക്കാരെ മാത്രമേ ബാധിക്കുകയുള്ളൂവെന്നും വീരപ്പ മൊയ്ലി പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സിലിണ്ടറുകളുടെ എണ്ണം 12 ആക്കണമെന്ന പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് സിലിണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കില്ലെന്ന് വീരപ്പ മൊയ്ലി പ്രസ്താവിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെ കമ്പനികൾ കഴിഞ്ഞ ദിവസമാണ് പാചകവാതക വില കുത്തനെ ഉയർത്തിയത്. ഗാർഹിക ഉപഭോക്തൃനുള്ള സിലിണ്ടറിന് 230 രൂപ 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 1293 രൂപ 50 പൈസയാണ് ഇനി മുതൽ നൽകേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിന് 385 രൂപയാണ് അധിക വില. സ്പീക്കർ ജി കാർത്തികേയൻ പുതിയ KPCC പ്രസിഡന്റാവും. 2 ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനമേറ്റെടുക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഡൽഹിയിലേക്ക് പോകുമെന്നും സൂചനയുണ്ട്. മുല്ലപ്പള്ളി, VM സുധീരൻ എന്നിവരുടെ പേരുകളും KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു. എങ്കിലും ജി കാർത്തികേയന്റെ പേരിനായിരുന്നു മുൻതൂക്കം. കോൺഗ്രസിലെ A വിഭാഗത്തിന്റെ നിലപാടാണ് കാർത്തികേയന് അനുകൂലമായത്. അപ്രതീക്ഷിത ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ കാർത്തികേയൻ തന്നെ KPCC പ്രസിഡന്റാകും. സ്വാമി വിവേകാനന്ദന്റെ 150ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിശ്വ വിവേകാനന്ദനും ഗോകുലയാത്ര ഞായറാഴ്ച രാവിലെ 11-ന് റാന്നി പെരുമ്പുഴയിൽ എത്തിച്ചേരും. കവി PK ഗോപി രചിച്ച് കനകദാസ് പേരാമ്പ്ര ചിട്ടപ്പെടുത്തിയ നൃത്തശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള ഉദ്ഘാടനം ചെയ്യും. ബാലഗോകുലം താലൂക്ക് പ്രസിഡന്റ് പ്രദീപ് കുമാർ, PK ഗോപകുമാർ, ജില്ലാ ഖജാൻജി PS ഗിരീഷ് തുടങ്ങിയവർ സംസാരിക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വെൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ലോകത്തുണ്ടായ പുരോഗതിക്കനുസരിച്ച് വ്യാവസായിക രംഗത്തുണ്ടായ പുരോഗതി വ്യാപാര രംഗത്തും ഉണ്ടാകണമെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. സംഘടിതമായ പ്രവർത്തനത്തിലൂടെയും ശക്തിയിലൂടെയും മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വ്യാപാരികൾക്ക് കഴിയണമെന്നും മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. വ്യാപാര രംഗത്ത് ആധുനികവൽക്കരണം വന്നതോടെ ഓരോ ഗ്രാമീണ മേഖലയിലും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന അവസ്ഥയിലേക്ക് വളർന്നതായി മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. ലോകം ഇന്ന് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിൽ ലോകത്ത് പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആധുനികമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളും മറ്റ് പട്ടണ പ്രദേശങ്ങളോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് അനുസരിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടാനുള്ള അവസരം ഇന്നുണ്ടായിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ലോകത്തുണ്ടായ പുരോഗതിക്കനുസരിച്ച്
വ്യവസായ രംഗത്തുമുണ്ടായ മാറ്റങ്ങൾ, വ്യാപാര രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നു. നമ്മുടെ ഗ്രാമങ്ങൾ മറ്റുള്ള പട്ടണ പ്രദേശങ്ങൾക്കൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുണ്ടായ പുരോഗതിക്കനുസരിച്ച് വ്യാവസായിക രംഗത്ത് ഉണ്ടായ മാറ്റങ്ങൾ വ്യാപാര രംഗത്തും ഉണ്ടാകണമെന്ന് അടൂർ പ്രകാശ് ഓർമ്മിപ്പിച്ചു. സംഘടിതമായ ശക്തിയിലൂടെയും സംഘടിതമായ പ്രവർത്തനത്തിലൂടെയൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുവാനും ആ പരസ്പര ആശയവിനിമയങ്ങൾ കൂടി തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വ്യാപാരികൾ ശ്രമിക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. നിങ്ങളുടെ സംഘടിതമായ ഒരു ശക്തിയിലൂടെയും സംഘടിതമായ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വഴിയൊരുക്കപ്പെട്ടുകൊണ്ടാണ് സംഘടനാപരമായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുവാനും ആ പരസ്പര ആശയവിനിമയങ്ങളിലൂടെ തന്നെ നമ്മുടെ നാടിൻ്റെ പുരോഗതി കൈവരിക്കുവാനുള്ള അവസരം ഒരുക്കണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് കുരുവിള അധ്യക്ഷനായിരുന്നു. ബോർഡ് റൂമിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLAയും നിർവഹിച്ചു. റാന്നിയിലെ വ്യാപാരി വ്യവസായികളുടെ ശക്തി എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ റാന്നി കവലയിലോ പട്ടണത്തിലോ ഒന്നും നിന്നാൽ മനസ്സിലാവില്ല. കുറച്ചുള്ളിലേക്ക് വരണം. ഇവിടെ 23 സെന്റ് സ്ഥലവും ഇത്രയും മനോഹരമായ ഒരു കെട്ടിടവുമാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് സ്വന്തമായിട്ടുള്ളത്. ഇവിടെ പല പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ CPM ഒക്കെയാണ് ഇച്ചിരി ആസ്തിയുള്ള പാർട്ടി. അവർക്കാർക്കും ഇതുപോലൊരു സംവിധാനം റാന്നിയിൽ പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടില്ല. പാർക്കിംഗ് സൗകര്യമില്ലാത്ത കെട്ടിടങ്ങൾക്ക് എന്താണ് ഭാവി? വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ വൺ വേ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 വർഷം മുമ്പ് നടപ്പാക്കിയ ഒരു കാര്യമാണ്. ആ വൺ വേക്കെതിരായിട്ട് നിരവധി വ്യാപാരി സുഹൃത്തുക്കൾ രംഗത്ത് വന്നു. വൺ വേ വേണ്ട, ട്രാഫിക് ഉപദേശക സമിതി ചേർന്നു, വൺ വേ വേണ്ട എന്ന് തീരുമാനിച്ചു. സംഭവിച്ചത് എന്താ? റാന്നിയിൽ വ്യാപാരം നടത്താൻ വരേണ്ട മറ്റു പ്രദേശങ്ങളിലെ ആളുകൾ, വാഹനമുള്ള ആളുകൾ, അവരെല്ലാം പാർക്കിംഗ് സൗകര്യമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. അഭിമന്യ കുര്യാക്കോസ് മാർ യുവാനിയോസ് മെത്രാപ്പോലിത്ത ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി. ഇന്ന് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജസ്വലനായ ഒരു MPയും മികവുറ്റ കഴിവുള്ളതായ ഒരു MLAയും നമുക്ക് നമ്മുടെ നാടിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ കേരളത്തിലെ 20 MPമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചതായ MP-യാണ് ശ്രീ ആന്റോ ആന്റണി. അതോടൊപ്പം തന്നെ വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ നാടിനെ ഏറെ സ്നേഹിക്കുകയും നാടിൻ്റെ സ്പന്ദനം അറിയുകയും ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഫണ്ടുകൾ നന്നായിട്ട് വിനിയോഗിക്കുവാനായിട്ട് അറിയുന്ന ഒരു MLA നമുക്ക് ഇന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് G. വസന്തകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, റാന്നി അങ്ങാടി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ പ്രതിഭകുമാർ കിഴക്കപിള്ള, മേഴ്സി പാണ്ഡ്യത്ത്, ഷേർലി ജോർജ്, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞന്തുരുത്തിൽ, ജില്ലാ സെക്രട്ടറി CV മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ജേക്കബ്, യൂണിറ്റ് സെക്രട്ടറി ഷിബു തോട്ടുകടവിൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് തോമസ് ഊട്ടി മണിമലത്ത്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് റോമി ജേക്കബ്, ട്രഷറർ സുനിൽ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഫയർ ഡാൻസ്, ആകാശദീപക്കാഴ്ച, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ വിളംബരജാഥയും നടന്നിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. ഭാരതീയ സംസ്കാരത്തിന്റെ നന്മ ലോകത്ത് മറ്റൊരു സംസ്കാരത്തിനും അവകാശപ്പെടാനാവില്ലെന്ന് കുര്യാക്കോസ് മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. ഭാരത സംസ്കാരത്തെ പാശ്ചാത്യ സംസ്കാരത്തിന് അടിയറവ് വെക്കരുതെന്നും യുവാനിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഭാരത സംസ്കാരത്തിന്റെ നന്മ ലോകത്ത് മറ്റൊരു സംസ്കാരത്തിനും അവകാശപ്പെടാനാവില്ലെന്നും ക്ഷേത്രങ്ങളും പള്ളികളും ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും കനാനായ സഭ റാന്നി മേഖലാധിപൻ കുര്യാക്കോസ് മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. അങ്ങനെ നല്ല പൈതൃകമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ചിന്ത നമുക്കെന്നും ഉണ്ടാകണം. സാംസ്കാരികമായിട്ട് നമുക്കുള്ള പോലെയുള്ള നന്മ വാസ്തവത്തിൽ ഇന്ന് മറ്റൊരിടത്ത് ചെന്നാലും കാണുകയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സാംസ്കാരിക പൈതൃകമുള്ള ഒരു നാടാണ്. ഭാരത സംസ്കാരം എവിടെ പോയാലും ഒരിക്കലും തേച്ചു മായ്ച്ചു കളയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല.
തളിയൂർ പുത്തൻ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടും മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ഇവാനിയോസ് മെത്രാപ്പോലിത്ത. ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാവുകളും കുളങ്ങളും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നാം കാട്ടണം. ഭാരത സംസ്കാരത്തെ പാശ്ചാത്യ സംസ്കാരത്തിന് അടിയറവ് വയ്ക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം അതൊരിക്കൽ പോലും നശിച്ചു പോകുന്നതല്ല. ആ ഭാരത സംസ്കാരത്തിലേക്ക് പാശ്ചാത്യ സംസ്കാരത്തെ കൊണ്ടുവന്നെത്തിക്കുവാനായിട്ട് ഇടയായി തീരരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് ഇന്നത്തെ സമൂഹത്തോടുള്ളത്. കാവുകൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല അമ്പലക്കുളവും നല്ല കാവുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ രാജു എബ്രഹാം MLA അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ ബോർഡ് പ്രസിഡന്റിനോട് പറഞ്ഞ് MLA എന്ന നിലയിൽ അഭ്യർത്ഥന നടത്തി 3 നടപ്പന്തലുകൾ, ഒന്ന് പുതിയകാവ് ക്ഷേത്രത്തില്, ഒന്ന് വടശ്ശേരിക്കര ക്ഷേത്രത്തില്, ഒന്ന് പെരുന്നാൾ ക്ഷേത്രത്തിൽ, 3 ക്ഷേത്രത്തിൽ ഒരുമിച്ച് അനുവദിച്ചു. നമ്മൾ ഒരുമിച്ച് അതിന് നിർമ്മാണം തുടങ്ങി. പുതിയകാവ് ക്ഷേത്രത്തിലെ നടപ്പന്തൽ ഇപ്പൊ പൂർത്തിയാവുകയാണ്. നമ്മൾ ആ ക്ഷേത്രത്തിന് ഒരു മുൻഗണന കൊടുക്കാൻ കാരണം അവിടെ ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകർ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ടാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും മനസ്സിൽ വിചാരിക്കും, എന്നാൽ MLA പുത്തൻ ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഘട്ടങ്ങളിലായിട്ട് പുത്തൻ ശബരിമലയ്ക്കും. സമ്മേളനം തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ PS നായർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അടക്കമുള്ളവർ എൻ്റെ ഭവനത്തിൽ വരികയും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ഏൽക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ഈ പ്രദേശങ്ങളിലെ ഇത്തരം ചടങ്ങുകളിലൊക്കെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് കൂടുന്നു എന്ന് കാണുന്നത് സന്തോഷമാണ്. നമുക്കറിയാം, ശബരിമല സീസണാണ്. ശാസ്താക്ഷേത്രങ്ങളുടെ പ്രാധാന്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. പുതിയകാവ് ദേവീക്ഷേത്രമായാലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമായാലും ഒക്കെ ശബരിമല സീസണിൽ നമുക്ക് നൽകുന്ന ആ ഒരു പ്രഭ അത് പുത്തൻ ശബരിമലയിലും ഉണ്ട് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്. അയിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PR വിജയകുമാരി, സുരേഷ് കുഴുവേലി, SNDP യോഗം കോഴഞ്ചേരി യൂണിയൻ സെക്രട്ടറി D സുരേന്ദ്രൻ, ശ്രീവിരാട് വിശ്വകർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് മുരളി സാഗർ, CR കൃഷ്ണക്കുറുപ്പ്, അഖില കേരള വിശ്വകർമ്മ സഭ റാന്നി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TN രാഘവനാചാരി, KPMS ജില്ലാ ട്രഷറർ പ്രദീപ് കുമാർ S, അഖില കേരള വിൽക്കുറു മഹാസഭ പ്രസിഡന്റ് സുരേഷ് കുരമ്പാല, രാജപ്പൻ നായർ കുളത്തിങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി അങ്ങാടി IPC ശാലം ചർച്ചിന്റെ നേതൃത്വത്തിൽ ജനുവരി 5 മുതൽ 7 വരെ തീയതികളിൽ പറക്കുളം തുണ്ടിയത്ത് ഭവനാങ്കണത്തിൽ വെച്ച് നടക്കും. പാസ്റ്റർ ജെയിംസ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ തോമസ് ഫിലിപ്പ്, ഡോക്ടർ B വർഗീസ്, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നി താലൂക്ക് വികസന സമിതിയുടെ ജനുവരി മാസത്തെ യോഗം ചേർന്നു. ശബരിമല മകരവിളക്കിന് മുൻപ് റാന്നിയിൽ ഒരുക്കേണ്ട മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി. MP, MLA, RDO എന്നിവരുടെ സാന്നിധ്യത്തിൽ 5-ാം തീയതി തിങ്കളാഴ്ച ഒരു അവലോകന യോഗം കൂടി ചേരുവാൻ സമിതിയിൽ തീരുമാനമായി. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി റാന്നിയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ തിങ്കളാഴ്ച 10 മണിക്ക് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രത്യേക അവലോകന യോഗം ചേരുവാൻ റാന്നി താലൂക്ക് വികസന സമിതിയിൽ തീരുമാനമായി. യോഗത്തിൽ ആന്റണി MP, രാജു എബ്രഹാം MLA, RDO ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. മകരവിളക്കിന് മുന്നോടിയായി പുവത്തമൂട് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ താൽക്കാലിക ബാരിക്കേഡ് നിർമ്മിക്കുവാൻ സമിതിയിൽ തീരുമാനമായി. തിരുവാഭരണം കടന്നുവരുന്ന വഴികളായ കീക്കൊഴൂർ കടവ്, ഇടപ്പാവൂർ പേരുച്ചൽ കടവ്, ലാഹത്തോട്ടം, വാഴക്കുന്നം നീർപ്പാലം എന്നിവിടങ്ങളിൽ അസ്കാലൈറ്റുകൾ സ്ഥാപിക്കും.
തിരുവാഭരണം കടന്നു പോകുന്ന പാതകളിൽ ലൈറ്റിടുവാൻ അതത് പഞ്ചായത്തുകൾക്ക് വികസന സമിതി നിർദ്ദേശം നൽകി. അയ്യപ്പന്മാർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കും. ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രത്യേക യോഗം ഈ മാസം 22-ാം തീയതി ചേരുവാനും തീരുമാനമായി. നോ പാർക്കിംഗ് ഇല്ലാത്ത ഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡിലെ ഈ ടോയ്ലറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകുവാൻ യോഗം തീരുമാനിച്ചു. രാജു അബ്രഹാം MLA അധ്യക്ഷനായിരുന്നു. അപ്പോ പക്ഷെ അതൊരു 2-3 ദിവസം മുമ്പ് കൂടേണ്ടതായിരുന്നു. കാരണം പേട്ട കാരണം ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള വലിയ വാഹനത്തിന് തിങ്കളാഴ്ച യോഗം വെച്ചിട്ടുണ്ട്. റാന്നി തഹസിൽദാർ P. അജന്തകുമാരി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, താലൂക്ക് സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. 50ാമത് റാന്നി കാത്തലിക് കൺവെൻഷൻ ജനുവരി 8 മുതൽ 12 വരെ റാന്നി സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റാന്നിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 40ഓളം കത്തോലിക്ക ഇടവകളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റാന്നി കാത്തലിക് കൺവെൻഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ജനുവരി 8 മുതൽ 12 വരെ റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജീവകാരുണ്യ പദ്ധതികൾ, വിവിധ സംഘടനകളുടെ സംഗമം, പഠന ക്ലാസുകൾ എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടക്കും. കോട്ടയം, തിരുവല്ല അതിരൂപതകളും കാഞ്ഞിരപ്പള്ളി, വിജയപുരം, പത്തനംതിട്ട എന്നീ രൂപതകളുടെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജനുവരി മാസം 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഗാന ശുശ്രൂഷ, വചന പ്രഘോഷണം. അതിനുശേഷം 2014 ജനുവരി 12-ാം തീയതി മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്തിൽ ഈ 22 ദേവാലയത്തിലെയും വൈദികരുടെ സഹകാർമ്മികത്തിലുള്ള സമൂഹ ബലിയോടുകൂടിയാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ തുടക്കം കുറിക്കുന്നത്. പ്രസിഡന്റ് രഞ്ജിത്ത് ആലിങ്കൽ, പബ്ലിസിറ്റി കൺവീനർ തോമസ് പയ്യമ്പള്ളിൽ, സെക്രട്ടറി തോമസ് മാത്യു, MCYM സെക്രട്ടറി ജിനു കൊച്ചുപ്ലാമൂട്ടിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. ജനുവരി 8 മുതൽ 12 വരെ നടക്കുന്ന കാത്തലിക് കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന വചന രഥ വിളംബര റാലിക്ക് റാന്നിയിൽ വിവിധ ദേവാലയങ്ങളിൽ സ്വീകരണം നൽകി. ജനുവരി 8 മുതൽ 12 വരെ റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കാത്തലിക് കൺവെൻഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള വിളംബര വചന രഥപ്രയാണത്തിന് ഇട്ടിയപ്പാറയിൽ സ്വീകരണം നൽകി. രാവിലെ കാഞ്ഞിറ്റികര സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ നിന്നാരംഭിച്ച രഥപ്രയാണമാണ് വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി റാന്നിയിലെത്തിയത്. ഇട്ടിയപ്പാറ ഇൻഫന്റ് ജീസസ് ഇടവക വികാരി ബെന്നി കുടിമരത്തുമൂട്ടിൽ, പ്രസിഡന്റ് രഞ്ജിത്ത് ആലിങ്കൽ, സെക്രട്ടറി തോമസ് മാത്യു, പബ്ലിസിറ്റി കൺവീനർ തോമസ് പയ്യമ്പള്ളിൽ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. വിളംബര ജാഥയാണ് ഇപ്പോൾ റാന്നി ഇൻഫന്റ് ജീസസ് ഫൊറോന പള്ളിയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ ഈ വിളംബര ജാഥയെ സ്വീകരിക്കുവാൻ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാനും ഈ വചന വിളംബര ജാഥയിലൂടെ ദൈവവചനം റാന്നിയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് പ്രദാനം ചെയ്തതുപോലെ ഇന്ന് ഈ ജൂബിലി വർഷത്തിൽ അത് ജനഹൃദയങ്ങളിലേക്ക് നൽകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഉണ്ണിമിശിഹ ഫൊറോന പള്ളി ദേവാലയത്തിലെ സ്വീകരണത്തോടുകൂടി സമാപിക്കുകയാണ്. കഴിഞ്ഞ 49 വർഷങ്ങളിൽ റാന്നിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ കത്തോലിക്ക രൂപതകളിലെ വിശ്വാസ സമൂഹത്തിന് ഒരുമിച്ച് ചേരുവാനും വചനം കേൾക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഈ കൺവെൻഷൻ വഴിതെളിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 50 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ റാന്നിയിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് കത്തോലിക്ക സമൂഹത്തിന് സ്വന്തമായി ഒരു സ്ഥലമോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും അതുപോലെ തന്നെ വിവിധ ഇടവകളിലെ അൽമായ നേതാക്കന്മാരുടെയും ത്യാഗോജ്വലമായിട്ടുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും വഴിയായിട്ട് സിറ്റി ന്യൂസ് റാന്നി. ഇടവേള.
വാർത്തകൾ തുടരുന്നു. ഇടപ്പാവൂർ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു വന്ന 51ാമത് പെരുന്നാളും സുവർണ ജൂബിലി ആഘോഷവും സമാപിച്ചു. മൊറാൻമോർ ബെസിലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരുമല മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ ഇടപ്പാവൂർ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു വന്ന 51ാമത് പെരുന്നാളും സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും സമാപനമായി. ശനിയാഴ്ച പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മോറോൻ മാർ ബെസിലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിൽ ഇവിടെ ഒരു ഈശ്വരനെ മാത്രമല്ല, ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേശമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഈശ്വരനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ സമാധാനപൂർവ്വം വസിക്കുകയും അവരവരുടെ ഈശ്വരനെ ആരാധിക്കുകയും പരസ്പര സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലി എത്ര മനോഹരമാണ്. ഡോക്ടർ ജോഷ മാർ നിക്കോദിമസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. ഭദ്രാസനമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ ഈ ദേവാലയം മുൻപന്തിയിലാണ് നിൽക്കുന്നത് എന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നത് എനിക്ക് സന്തോഷമാണുള്ളത്. ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഇടപ്പാവൂർ ദേവാലയമായിട്ട് എനിക്കുള്ള ബന്ധം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഹോളി ട്രിനിറ്റി ആശ്രമത്തിലെ അംഗം എന്ന നിലയിൽ ഒരു കൊച്ചു ബ്രദറായിരുന്ന കാലഘട്ടത്തിൽ 1979 മുതലെങ്കിലും ഈ ദേവാലയത്തിൽ വരികയും ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ ദേവാലയത്തിലെ ഇതിൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കുന്നതിന് എനിക്ക് അവസരം ധാരാളം ലഭിച്ചിട്ടുണ്ട്. NSS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. 50 വർഷം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് പല ദേവാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലഘട്ടമാണെങ്കിലും അതിൽ നിസ്സാരമായ കാര്യമില്ല. ഭാരതത്തിൽ ദേവാലയങ്ങൾ അനവധിയുണ്ട്, കോടാനുകോടി ദേവാലയങ്ങൾ. അതെല്ലാം വളരെ പുരാതനമായ ദേവാലയങ്ങളുണ്ട്. പക്ഷെ ഒരു ദേവാലയം പുരാതനമാണോ ആധുനികമാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈശ്വരനാമം പറയുന്ന സ്ഥലം ഏതായാലും പുണ്യസ്ഥലം തന്നെയാണ്. കുര്യാക്കോസ് മാർ ക്ലിമിക്സ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. 1-2 കാരണങ്ങൾ മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, ഞാൻ ഇവിടുത്തെ ഒരു പഴയ വികാരിയായിരുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ വന്നപ്പോൾ എന്നെ സ്വീകരിച്ചത് ഞാൻ ഓർത്തപ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട കൈപ്പള്ളി മണ്ണിൽ ഞാൻ സഹോദരനാണ്. അത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ വൈദികനായി ഇവിടെ കടന്നു വരുമ്പോൾ ഈ സ്ഥലത്തെത്തുമ്പോൾ മുതൽ എന്നെ സ്വീകരിച്ച് ഉള്ള കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ കാണുകയാണ്. കുറേ പേരൊക്കെ കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി. തുടർന്ന് നടന്ന ഇടവക സുവനീർ പ്രകാശനം കുര്യാക്കോസ് മാർ ക്ലിമിയസ് തിരുമേനി നിർവഹിച്ചു. ഇടവകയിലെ മുതിർന്ന പൗരന്മാരെ ഡോക്ടർ ജോഷ മാർ നിക്കോദിമസ് മെത്രാപ്പോലിത്ത പൊന്നാടയണി ആദരിച്ചു. ശ്രീ KG ഫിലിപ്പ് കൈപ്പമണ്ണിൽ, ശ്രീ TG വർഗീസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അനിത, കോയിപ്രം ബ്ലോക്ക് പ്രസിഡന്റ് അന്നപൂർണ ദേവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകല ഹരികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജി പ്ലാച്ചേരി, V പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, വിദ്യാധരൻ അമ്പലാത്ത്, ഫാദർ മാത്യു തടത്തിൽ, ഫാദർ ഷൈജു കുര്യൻ, ഇടവക വികാരി അജി തോമസ് ഫിലിപ്പ്, ട്രസ്റ്റി കുഞ്ഞുമൻ മത്തായി, സെക്രട്ടറി KG എബ്രഹാം എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കില്ല. എണ്ണം കൂട്ടുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി. സ്പീക്കർ G കാർത്തികേയൻ പുതിയ KPCC പ്രസിഡന്റ്. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി ആശയവിനിമയം നടത്തി. വ്യാവസായിക രംഗത്ത് ഉണ്ടായ പുരോഗതിക്കനുസരിച്ച് വ്യാപാര രംഗത്തും പുരോഗതി ഉണ്ടാകണമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. മകരവിളക്കിന് മുമ്പ് റാന്നിയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ MP, MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും യോഗം തിങ്കളാഴ്ച ചേരുവാൻ താലൂക്ക് വികസന സമിതിയിൽ തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.